വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകുന്ന സംസ്ഥാന ബജറ്റിലെ നിർദ്ദേശം ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണെന്ന വിമർശനം ശക്തമായി ഉയർന്നിരിക്കുകയാണ്. മുൻ സർക്കാർ പ്രഖ്യാപിച്ച മദ്യനയത്തിലെ ചില ഭാഗങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്താണ് വൻതോതിലുള്ള നികുതി ഇളവ് പ്രഖ്യാപിച്ച് സ്വകാര്യ മദ്യ ലോബിയെ സഹായിക്കുന്നതിനുള്ള നിർദ്ദേശം ധനവകുപ്പിന്റെ ചുമതലയിലുള്ള മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വെള്ളിയാഴ്ച അവതരിപ്പിച്ച ബജറ്റിൽ വച്ചിട്ടുള്ളത്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിപണനം അനുവദിക്കുന്നതിനായി 2022-23 അബ്കാരി നയത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലയളവിൽ വിദേശ മദ്യ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തിയിരുന്നുവെന്ന ന്യായം പറഞ്ഞാണ് മദ്യവ്യാപനത്തിന് ഇടയാക്കുകയും ചില പ്രത്യേക മദ്യ മുതലാളിമാരെ സഹായിക്കുകയും ചെയ്യുന്നതിനുള്ള പ്രഖ്യാപനമുണ്ടായിരിക്കുന്നത്. 10% വരെയും 20% വരെയും വീര്യമുള്ള മദ്യത്തിനാണ് 2 വിഭാഗങ്ങളാക്കി നികുതി ഇളവ് നൽകിയിരിക്കുന്നത്. ഒരു മാസത്തെ ഭരണത്തിനിടെ PM ശ്രീ ഉൾപ്പെടെ പല കാര്യങ്ങളിലും നയമാറ്റം ഉണ്ടായിട്ടുണ്ട്. അവയിൽ പലതിലും മുൻ സർക്കാരിന്റെ മേൽ കുറ്റം ചാരുന്നതിനുള്ള ശ്രമങ്ങളുമുണ്ടായി. ഇവിടെയും അതാണ് ആവർത്തിച്ചിരിക്കുന്നത്. LDF സർക്കാരിന്റെ മദ്യനയത്തിൽ സ്പിരിറ്റ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വീര്യം കുറഞ്ഞ മദ്യത്തെ കുറിച്ചല്ല പരാമർശിച്ചിരിക്കുന്നതെന്ന് അത് വായിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാക്കാവുന്നതാണ്. അത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചതിന് പിന്നിൽ വ്യക്തമായ കർഷക താൽപ്പര്യങ്ങൾ അടങ്ങിയിട്ടുമുണ്ട്. സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുന്ന കശുമാങ്ങ, കൈതച്ചക്ക, ചക്ക, വാഴപ്പഴം, ജാതിക്കയുടെ തൊണ്ട് തുടങ്ങിയ കാർഷിക വിഭവങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കുകയും വീര്യം കുറഞ്ഞ മദ്യം, വീഞ്ഞ് എന്നിവ സംസ്ഥാനത്ത് തന്നെ ഉൽപ്പാദിപ്പിച്ച് വിതരണം നടത്തുകയും ചെയ്യുക എന്ന കൃത്യമായ ലക്ഷ്യം നയത്തിൽ ഊന്നി പറഞ്ഞിട്ടുമുണ്ട്. ഇതിലൂടെ സംസ്ഥാനത്തെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ വില ലഭ്യമാക്കുകയും ഉൽപ്പാദനശാലകളിലൂടെ വലിയൊരു വിഭാഗത്തിന് വരുമാനവും തൊഴിലും ഉറപ്പാക്കുകയും ചെയ്യുമെന്ന കാഴ്ചപ്പാടാണ് LDF സർക്കാർ അവതരിപ്പിച്ചത്. ധാന്യേതര കാർഷിക ഉൽപ്പന്നങ്ങൾ, അതായത് പഴങ്ങളും പച്ചക്കറികളും ഉപയോഗിച്ച് നിശ്ചിത വീര്യത്തിൽ വീഞ്ഞ് സംസ്ഥാനത്തിനകത്ത് തന്നെ എക്സൈസ് വകുപ്പിന്റെ മേൽനോട്ടത്തിൽ നിർമ്മിച്ച് KSBയുടെ ചില്ലറ വിൽപ്പനശാലകളിലൂടെ വിപണനം നടത്തുവാൻ ലൈസൻസ് അനുവദിക്കുന്നതാണെന്നും ഇത്തരത്തിൽ നിർമ്മിക്കുന്ന വീഞ്ഞിന് സാധ്യമായ മറ്റ് വിപണികൾ കൂടി കണ്ടെത്തുമെന്നും നയത്തിൽ വിശദീകരിച്ചിട്ടുമുണ്ട്. ഈ നിർദ്ദേശം പോലും പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ എതിർത്തിരുന്നവരാണ് UDF എന്നതും നാം ഓർക്കണം. കർഷകരെ സഹായിക്കുകയും അവരുടെ വിളകൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കുകയും ചെയ്യുന്ന ലക്ഷ്യത്തോടെ പ്രഖ്യാപിച്ച മദ്യനയത്തെ ദുർവ്യാഖ്യാനം ചെയ്ത് UDF സർക്കാർ സ്പിരിറ്റ് ഉപയോഗിച്ചുള്ള വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകുന്നതിന് ഇരുതല മൂർച്ചയുള്ള വാളും അഴിമതിക്കുള്ള വഴിയൊരുക്കലുമാണെന്നതിൽ സംശയമില്ല. സംസ്ഥാനത്തിന് നികുതി വരുമാനത്തിൽ 600 കോടിയിലധികം രൂപയുടെ കുറവുണ്ടാകുമെന്ന സാമ്പത്തിക വശത്തിനൊപ്പം സാമൂഹ്യമായ പ്രത്യാഘാതങ്ങൾ അതിനേക്കാൾ കനത്തതായിരിക്കും. സ്പിരിറ്റിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന മദ്യത്തിന് 251% നികുതിയാണ് നിലവിൽ ഉണ്ടായിരുന്നത്. അത് 10% വരെ വീര്യമുള്ളതിന് 170%, 20% വരെ വീര്യമുള്ളതിന് 120 എന്നിങ്ങനെയായി നികുതി കുറച്ചിരിക്കുകയാണ്. മദ്യനിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി പ്രഖ്യാപിക്കുന്ന നയമാണ് LDF അവതരിപ്പിച്ചത്. അതിൽ നിന്ന് വിപരീതമായി കുറഞ്ഞ വീര്യത്തിലുള്ളതെങ്കിലും സ്പിരിറ്റ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന മദ്യം കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കുന്നതിന് ഇതിന്റെ വ്യാപനത്തിനാണ് ഇടയാക്കുന്നത്. കുറഞ്ഞ വീര്യമുള്ളത് ഉപയോഗിച്ച് കൂടുതൽ വീര്യമുള്ളതിലേക്ക് കടക്കുന്നതിനുള്ള പ്രേരണയാക്കാനും സാധ്യതയുണ്ട്. ഇതിലൂടെ മദ്യനിർമ്മാർജ്ജനം എന്ന ലക്ഷ്യം നേടുക എന്നത് പ്രയാസകരമാകും. ലഹരിക്കെതിരെന്ന പേരിൽ സംസ്ഥാന സർക്കാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നടപടികളുടെ ആത്മാർത്ഥതയും ഈ തീരുമാനത്തിലൂടെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വ്യാപനം ഇപ്പോൾ തന്നെ ഊർജ്ജശ്വാസം വലിക്കുന്ന കള്ള് ഉൾപ്പെടെ പരമ്പരാഗത മദ്യ വ്യവസായത്തെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും എന്ന് മാത്രമല്ല, നിലവിൽ വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന ഏക കമ്പനി കർണാടകയിലാണെന്നും അതുമായി സംസ്ഥാന സർക്കാരിലെ ഉന്നതർക്ക് ബന്ധമുണ്ടെന്നും ഇതൊരു കൊടുക്കൽ വാങ്ങലാണെന്നുമുള്ള ആരോപണവും ഉയർന്നിട്ടുണ്ട്. സംസ്ഥാനത്തെ അധികാരമേറ്റ UDF സർക്കാരിന്റെ മദ്യനയം തീരുമാനിക്കാനിരിക്കുന്നതേയുള്ളൂ എന്നാണ് വകുപ്പ് മന്ത്രി പോലും പറഞ്ഞിരിക്കുന്നത്. ഇതും തീരുമാനത്തിന് പിന്നിലെ ഗൂഢോദ്ദേശം സംബന്ധിച്ച സംശയങ്ങൾ ബലപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നെഹ്റുവിന്റെയും ഗാന്ധിജിയുടെയും പേരിൽ ആണയിടുന്ന സംസ്ഥാന സർക്കാർ അവരുടെ കാഴ്ചപ്പാടുകൾ ഘടകവിരുദ്ധമായ ഈ തീരുമാനം എത്രയും വേഗം പിൻവലിക്കുകയാണ് വേണ്ടത്.